അപ്പം നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇനി ഞാൻ അടുത്തതായിട്ടാണ് ഈ ടിപ്പ് പറയാൻ പോണത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ അതിൽ റേഷൻ അരി ഇളം ചൂടുവെള്ളത്തിൽ ഇടുന്നതാണല്ലോ പറഞ്ഞതെന്ന്. ഈ മട്ടയരി വന്നിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. ഈ പച്ചരി ആവട്ടെ, അതും റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഈ രണ്ടരിയും നമ്മൾക്ക് ദോശക്കിടാനൊക്കെ സൂപ്പറാണ്. അപ്പം നമ്മൾക്ക് ഈ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്ന സമയത്ത് നമ്മൾക്കൊരു ചെറുതായിട്ടൊരു മണം ഫീൽ ചെയ്യൂല്ലേ, നമ്മൾക്കത് ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു മണം ഫീൽ ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മണം ഫീൽ ചെയ്യും. അപ്പം നമ്മൾക്ക് ആ മണമൊന്നും ഇല്ലാതെ ശരിക്കും നമ്മുടെ നാടൻ അരി ഉപയോഗിച്ചിട്ടുള്ള പലഹാരം എങ്ങനെ രുചി ഉണ്ടാവും, അതിനുള്ള ഒരു ടിപ്സാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോണത്. അപ്പം നമ്മൾക്ക് ഈ പാത്രത്തിൻ്റെ അളവാണ് ഞാൻ അരിയും ഉഴുന്നും എല്ലാം എടുക്കാൻ പോണത്. അപ്പം ഞാൻ ആദ്യം തന്നെ പച്ചരി എത്ര അളവിലാണ് എടുക്കണമെന്ന് അറിയണ്ടേ? 1 2 3 4 ഇത്രയും അളവിലുള്ള പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഇനി ഞാൻ മട്ടയരിയാണ് എടുക്കാൻ പോണത്. അത് വന്നിട്ട് 1 2 ഇത്രയും മതി. പച്ചരി വന്നിട്ട് 4 പാത്രം എടുത്തിട്ടുണ്ട്. പുഴുങ്ങലരി വന്നിട്ട് 2 പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ടാണ് ഈ ടിപ്പ് പറയാൻ പോണത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ അരിയൊക്കെ നന്നായിട്ട് കുതിർത്തെടുക്കണമല്ലോ അരയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പച്ചരിക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുതിരാനായിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പം നമ്മുടെ വെള്ളം അടുപ്പത്ത് വെച്ചത് പകുതി ചൂടായിട്ടുണ്ട്, തിളച്ച് പോകരുത്. അപ്പം നമ്മൾക്ക് ഓഫാക്കാം. അപ്പം നമ്മൾക്ക് പുഴുങ്ങലരിയിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്കിത് രണ്ടും കുതിർന്ന് കിട്ടണമല്ലോ. അപ്പം നമ്മൾക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ച അരി നമ്മൾക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഇത് ചൂടാറിയ ശേഷം ഈ അരി നമ്മൾക്ക് കഴുകിയെടുക്കാം. പച്ചരി നമ്മൾക്ക് വെള്ളമൊഴിച്ച് വൃത്തിയായി കഴുകിയ ശേഷം നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് കുതിർത്തിയെടുക്കാം. അപ്പം ഇത് രണ്ടും അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾക്ക് ഈ 6 പാത്രം, ഈ പാത്രത്തിനാണല്ലോ ഞാൻ അരി 2 എടുത്തത്. ഈ 6 പാത്രം അരി അരച്ചെടുക്കാൻ നമ്മൾക്ക് എത്ര ഉഴുന്ന് വേണമെന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പം ഞാനത് എത്ര വേണമെന്ന് കാണിച്ചു തരാം. ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിൽ ഈ പാത്രത്തിന് പകുതി ഉഴുന്ന് മതി. നമ്മൾ അഥവാ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ ഒരു പാത്രം ഫുള്ളായിട്ട് ഉഴുന്ന് വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെന്തയിടണമല്ലോ, അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നോട്ടെ. അതിനുശേഷം ഞാൻ ഈ മട്ടയരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിൻ്റെ എങ്ങനെയുണ്ട് അതിൻ്റെ ഭംഗി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഴുങ്ങലരി ഇളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നന്നായിട്ട് തണുത്തു, നന്നായിട്ട് കുതിരുകയും ചെയ്തു. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് 2-3 തവണ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അപ്പം ഞാൻ ഈ അരിയൊക്കെ വൃത്തിയായി കഴുകിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എത്ര വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കും. നമ്മുടെ ശരിക്കും നാടൻ മട്ടയരി, ഒരു മണമോ ചീത്ത മണമോ ഒന്നും ഇതിൽ ഉണ്ടാവില്ല. അപ്പം നിങ്ങളിതെല്ലാം കൂടെ ഏതൊക്കെയാണ്, ഉഴുന്ന്, പച്ചരി, ഈ പുഴുങ്ങലരി, ഇതെല്ലാം കൂടെ അരച്ച് ദോശയോ ആപ്പോ റോസ്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചുട്ടു നോക്കൂ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പം നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ,
നല്ല സോഫ്റ്റായ മാവാണ്. അപ്പം ഞാൻ അതിൽ റേഷൻ അരി ഇളം ചൂടുവെള്ളത്തിൽ ഇടുന്നതാണല്ലോ പറഞ്ഞു തന്ന്. റേഷൻ അരി അല്ലാതെ നമ്മുടെ ഏത് പുഴുങ്ങലരി വേണമെങ്കിലും നമ്മൾക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇതുപോലുള്ള മാവ് കിട്ടും. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.